നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 18ാം ഭാഗത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഐശ്വര്യപൂർണമായ വിഷുക്കണി ദർശനം കണ്ടു സന്തോഷത്തോടുകൂടി വിഷു ആഘോഷിച്ചതിൻ്റെയും ആത്മനിർവൃതിയിലാണ് നാം ഓരോരുത്തരും. ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഒന്നാണ് കയറ്റവും ഇറക്കവും. തീർച്ചയായും ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആയുസ് പൂർത്തിയാകുന്ന ആ സമയം വരെ കയറ്റ ഇറക്കങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ കയറ്റവും അത് മുഖാന്തരമുള്ള ഉയർച്ചയും വരുമ്പോൾ നമ്മളിലേക്ക് മുൻ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു വികാരമാണ് അഹങ്കാരം. ഈ അഹങ്കാരം ചെന്നെത്തിക്കുന്നത് ആസക്തിയിലേക്കും ആർത്തിയിലേക്കും അതുവഴി മൃഗീയ വാസനകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ആ മൃഗീയ വാസനകൾ നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുക അധഃപതനത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്കായിരിക്കും. മഹാഭാരതവും അത്തരത്തിലുള്ള ഒരു കഥ നമ്മോട് പറയുന്നുണ്ട്. കുരുവംശ രാജാക്കന്മാർ, ഹസ്തിനപുരം ഭരിച്ചിരുന്ന കുരുവംശ രാജാക്കന്മാർ ചന്ദ്രവംശത്തിൽപ്പെട്ടവരാണ്. ത്രേതായുഗത്തില് രാമായണത്തിൽ നമ്മൾ കാണുന്ന കോസലാധിപനായ ദശരഥനും ശ്രീരാമനുമൊക്കെ സൂര്യവംശത്തിൽപ്പെട്ടവരാണെങ്കിൽ ദ്വാപര യുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ധൃതരാഷ്ട്രനും പാണ്ഡവും ദുര്യോധനും യുധിഷ്ഠിരനും ഒക്കെ തന്നെ ചന്ദ്രവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. ഈ ചന്ദ്രവംശത്തിൽപ്പെട്ട രാജാക്കന്മാരിലെ ധൃതരാഷ്ട്രരെയും പാണ്ഡവിന്റെയും ഒക്കെ ഒരു പിതാമഹനായിരുന്ന നഹുഷ മഹാരാജാവ് ദാനധർമാദികൾ കൊണ്ടും പ്രജാതൽപരതയും കൊണ്ടും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടും യജ്ഞാദികൾ നടത്തിയത് മൂലവും രാജാക്കന്മാരിൽ രാജാവായി തീർന്ന നഹുഷ രാജാവ് കഴിവുറ്റവനായിരുന്നു, കേമനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു ചന്ദ്രവംശത്തിലെ രാജാക്കന്മാരിൽ. അങ്ങനെ നഹുഷ രാജാവ് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തില് സ്വർഗലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വൃത്തനെ വധിച്ചത് മൂലം വന്നെത്തിയ ബ്രഹ്മഹത്യാ പാപം ആ ബ്രഹ്മഹത്യാ പാപം മൂലം സ്വർഗത്തിൽ നിന്ന് ദേവേന്ദ്രൻ നിഷ്കാസനാക്കപ്പെടുകയാണ്. ആ സമയത്ത് അധിപനില്ലാത്ത ലോകമായി ദേവലോകം മാറുന്നു, സ്വർഗലോകം മാറുന്നു. ത്രിമൂർത്തികളും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരടങ്ങുന്ന ത്രിമൂർത്തികളും ബൃഹസ്പതി അടക്കമുള്ള ദേവഗുരു അടക്കമുള്ള ഋഷീശ്വരന്മാരും ദേവന്മാരും കൂടി ആലോചിക്കുകയാണ്, ഈ ദേവലോകത്തിന് ഒരു അധിപൻ വേണ്ടേ. അവരുടെ ആലോചന ചെന്നെത്തിയത് നഹുഷനിലേക്കായിരുന്നു. നഹുഷനെ ക്ഷണിച്ചു വരുത്തുകയാണ് ദേവലോകത്തിന്റെ അധിപനായിട്ട്. ദേവേന്ദ്രന്റെ സിംഹാസനത്തിലേക്ക് നഹുഷനെ അഭിഷേകം ചെയ്ത് ദേവാധിപതിയാക്കി മാറ്റുകയാണ്. ദേവാധിപതിയായി മാറിയ, സ്വർഗലോകത്തിന്റെ അധിപതിയായി മാറിയ നഹുഷനിൽ ക്രമേണ അഹങ്കാരവും ആസക്തിയും ആർത്തിയും ഒക്കെ വന്നു തുടങ്ങി. ദേവലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ദേവേന്ദ്രന്റെ പത്നിയായ സുന്ദരിയായ ഇന്ദ്രാണിയിൽ നഹുഷന് മോഹമുദിച്ചു. ആ മോഹം കാമമായി മാറി, ആ കാമം ആസക്തിയായി മാറി. ആസക്തി ബുദ്ധിഭ്രംശം വരുത്തി. കാമത്തിൽ നിന്നും കോപത്തിൽ നിന്നും ഒക്കെ വന്ന് ബുദ്ധിഭ്രംശത്തിലേക്ക് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയാത്ത ബുദ്ധിഭ്രംശത്തിലേക്ക് നഹുഷനെത്തി. നഹുഷന്റെ ശല്യം ഇന്ദ്രാണി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നഹുഷന്റെ ആഗ്രഹം ഇന്ദ്രാണി നിരുത്സാഹപ്പെടുത്തുന്നു, സാധിക്കില്ല എന്ന് പറയുന്നു. ശല്യം സഹിക്കാതെ നഹുഷൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്ദ്രാണിയെ. ശല്യം സഹിക്കാതെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം ഇന്ദ്രപത്നി നഹുഷനോട് ആവശ്യപ്പെടുകയാണ്, മഹർഷിമാർ ചുമക്കുന്ന പല്ലക്കിൽ എന്റെ അടുത്ത് വന്നാൽ ഞാൻ നഹുഷന്റെ മോഹം സാധിച്ചു തരാം. നഹുഷന് സന്തോഷമായി. വേഗം മഹർഷിമാരെ വിളിച്ചു വരുത്തി എന്റെ പല്ലൊക്കെ ചുമക്കണമെന്ന് പറഞ്ഞു. മഹർഷിമാർ ആകെ വിഷമത്തിലായി. ഞങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിയ
ദേവലോകത്തിന്റെ സിംഹാസനത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുത്തിയ നഹുഷൻ പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പല്ലക്ക് ചുമക്കണമെന്ന്. മനസ്സില്ലാ മനസ്സോടെ മഹർഷിമാർ അത് സമ്മതിക്കുന്നു. പല്ലക്ക് ചുമക്കാൻ തയ്യാറായി മഹർഷിമാർ എത്തുന്നു. ആ മഹർഷിമാരിൽ അഗസ്ത്യ മഹർഷി പൊക്കം കുറവുള്ള ഒരാളായിരുന്നു. അങ്ങനെ പല്ലക്ക് ചുമന്നുകൊണ്ട് നഹുഷനെ കൊണ്ട് ഇന്ദ്രാണിയുടെ സമീപത്തേക്ക് മഹർഷിമാർ പോവുകയാണ്. അഗസ്ത്യന് പൊക്കം കുറവായതുകൊണ്ട് പല്ലക്കിന്റെ വേഗത കാര്യമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. ആയിക്കൊള്ളട്ടെ ഇന്ദ്രാണിയെ പ്രാപിക്കാനുള്ള അതീവമായ മോഹത്തിലിരിക്കുകയാണ്. വേഗത പോരാ പോരാ എന്ന് പറഞ്ഞ് മഹർഷിമാരെ കലഹം കൂടുകയാണ് നഹുഷൻ. പോരാഞ്ഞിട്ട് ദേഷ്യം വന്ന നഹുഷൻ, കുപിതനായ നഹുഷൻ തന്റെ കാലുകൊണ്ട് അഗസ്ത്യ മഹർഷിയുടെ തലയിൽ ഒരു ചവിട്ടി. തന്റെ ശിരസിൽ നഹുഷന്റെ പാദങ്ങൾ പതിഞ്ഞ നിമിഷം കോപാകുലനായി മാറിയ, കുപിതനായി മാറിയ അഗസ്ത്യ മഹർഷി നഹുഷനെ ശപിക്കുകയാണ്. ഒരു പെരുമ്പാമ്പായി നീ ഭൂമിയിലേക്ക് പതിക്കട്ടെ. അങ്ങനെ ഇന്ദ്രസിംഹാസനത്തിലിരുന്ന നഹുഷൻ പെരുമ്പാമ്പായി ഭൂമിയിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം തന്റെ കുലത്തിൽപ്പെട്ട ചന്ദ്രവംശ കുലത്തിൽപ്പെട്ട പാണ്ഡവരുടെ വനവാസകാലത്ത് കാട്ടിൽ അലയുകയായിരുന്ന ഭീമസേനെ, തടിയനായ ഭീമസേനെ പെരുമ്പാമ്പായ നഹുഷൻ ചുറ്റി വരികയെന്നു. ഭീമനെ അന്വേഷിച്ച് നടന്ന യുധിഷ്ഠിരൻ കാണുന്നത് നഹുഷൻ എന്ന പെരുമ്പാമ്പിനാൽ ചുറ്റപ്പെട്ട വരിഞ്ഞ് മുറിക്കപ്പെട്ട ഭീമസേനെയാണ്. ഭീമനെ മോചിപ്പിക്കുവാൻ യുധിഷ്ഠിരൻ ആവശ്യപ്പെടുകയാണ്. പെരുമ്പാമ്പിന്റെ ചോദ്യങ്ങൾക്ക് യുധിഷ്ഠിരൻ കൃത്യമായ മറുപടി പറഞ്ഞു കൊടുക്കും. ഈ മറുപടി കേട്ടപ്പോൾ നഹുഷന് ശാപമോഷം വരികയും അദ്ദേഹം പഴയ നഹുഷനായി ദേവലോകത്തേക്ക് പോയി എന്നതാണ് മഹാഭാരതം തരുന്ന കഥ. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മഹാഭാരതത്തിൽ ഓരോ കഥയും എടുത്തു വായിക്കുമ്പോൾ ഒരു നേരം പോക്കനായി വായിക്കാതെ ആ കഥയിലെ ഓരോ സാരാംശങ്ങളും മനസ്സിലാക്കുക, ആ കഥയിലെ ഓരോ ഗുണപാഠങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഗ്രന്ഥകാരനായ വേദവ്യാസൻ നഹുഷന്റെ കഥ മഹാഭാരതത്തിൽ ഉൾപ്പെടുത്തിയത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ്, നമ്മൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഈ ലോകത്ത് ഏതിനെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ഒന്നേ ഉള്ളൂ, അത് സമയമാണ്. സമയത്ത് നമുക്ക് പിടിച്ച് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് പൂട്ടാൻ പറ്റില്ല, ലോക്കറിൽ വെച്ച് പൂട്ടാൻ പറ്റില്ല. സമയം നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിനൊപ്പം കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഈ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ, സമയത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മളിലേക്ക് അധികാരവും പദവിയും കീർത്തിയും ശ്രേയസ്സും ഒക്കെ കടന്നു വരുമ്പോൾ അതിനോടൊപ്പം കടന്നു വരുന്ന മാരകമായ ഒരു വിപത്താണ് അഹങ്കാരം. ഈ അഹങ്കാരത്തിൽ നിന്നാണ് ആർത്തിയും ആസക്തിയും ഉണ്ടാകുന്നത്. ആ ആസക്തിയും ആർത്തിയും നമ്മുടെ ഇടയിലേക്ക് വന്നാൽ നേരത്തെ മുൻപ് പറഞ്ഞ പോലെ അത് നമ്മുടെ നാശത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് തള്ളിയിടുക തന്നെ ചെയ്യും എന്നത് നഹുഷന്റെ കഥയിലൂടെ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൽ നമ്മളെ കാണിച്ചു തരികയാണ്. തീർച്ചയായും ആ കഥ നമുക്ക് കൃത്യമായി എടുക്കാം. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ, കയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു മറുപടിയായി ഒരു ഇറക്കം ഉണ്ടാകുമെന്ന ചിന്ത നമ്മുടെ ഇടയിലേക്ക് വന്നാൽ, ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ തീർച്ചയായും അഹങ്കാരം ഉണ്ടാകില്ല. സമയം തന്ന, കാലം തന്ന ആ ഗതിവിഗതികളെ, ആ നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ കൊണ്ടു നടന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനെ ഈ ലോകത്ത് ശ്രേയസ് ഉണ്ടാകുകയുള്ളൂ. അല്ലാത്തവൻ നഹുഷനെ പോലെ പെരുമ്പാമ്പായി മാറേണ്ടി വരും എന്നതാണ് മഹാഭാരതം നമുക്ക് തരുന്ന പാഠം. നമുക്കറിയാം, പുന്നാഗമാകും നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ തങ്ങളുടെ ആഗ്രഹവും തങ്ങളുടെ യൗവനവും തങ്ങളുടെ ജീവിതവും പിതാക്കൾക്ക് വേണ്ടി നൽകിയ രണ്ട് പുത്രന്മാരുടെ വിശേഷങ്ങളുമായി, മഹാഭാരതത്തിലെ രണ്ട് പുത്രന്മാരുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.